സമുദ്രത്തിന്റെ ഒരുപാട് ആഴങ്ങളിൽ അധികമാരും പോയിട്ടില്ലാത്ത ഒരു മേഖലയുണ്ട്. ഒരിക്കലും സൂര്യപ്രകാശം എത്താത്ത പൂർണ്ണമായ അന്ധകാരം നിറഞ്ഞ സ്ഥലം. ഇതാണ് സമുദ്രത്തിന്റെ അടിത്തട്ട്. ആഹാര ശൃംഖലയുടെ അടിസ്ഥാനമായ ഫോട്ടോസിന്തസിസ് പോലും ഇവിടെ നടക്കില്ല. അതിനാൽ ഇവിടെ ആഹാരവും ഏകദേശം പൂർണ്ണമായും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടെയുള്ള ഒട്ടുമിക്ക ജീവികൾക്കും വളരെ ചെറിയൊരു ആഹാരം പോലും ജീവനും മരണത്തിനും ഇടയിലുള്ള വ്യത്യാസം വരുത്തും. ആഹാരം എന്നത് ഇവിടെ അത്രയേറെ ദൗർലഭ്യമാണ്. നമ്മളൊരു പടിക്കെട്ട് കയറാൻ ഉപയോഗിക്കുന്ന അത്രയും ഊർജമുണ്ടെങ്കിൽ ഇവിടുത്തെ ജീവികൾക്ക് പല മാസങ്ങളോളം വരെ അതിജീവിക്കാനാകും. സമുദ്രത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുമുള്ള ജൈവ പദാർത്ഥങ്ങൾ ചെറിയ പൊടികളായി അടിത്തട്ടിലെത്തും. ഇത് മാത്രമാണ് ഇവിടെ ആകെ ലഭിക്കുന്ന ആഹാരം. ഈ പൊടി കാണുമ്പോൾ മുകളിൽ നിന്നും മഞ്ഞ് പൊഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഇതിനെ മറൈൻ സ്നോ എന്നാണ് വിളിക്കുന്നത്. ഇതത്ര വലിയ ആഹാര സ്രോതസ്സൊന്നുമല്ല. അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് കഷ്ടിച്ച് ജീവൻ പിടിച്ചു നിർത്താൻ മാത്രമേ ഇതുകൊണ്ട് പറ്റൂ. എന്നാൽ ഇടയ്ക്കിടെ ഒരു അത്ഭുതം സംഭവിക്കാറുണ്ട്. മുകളിൽ നിന്നും ഒരു ഭീമൻ ശവശരീരം താഴേക്ക് വരും. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തിന്റെ ശരീരം. കടലിന്റെ അടിത്തട്ടിൽ നിത്യ അന്ധകാരത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അവരനുഭവിക്കുന്ന ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ വിരുന്നാണ് ഈ ശരീരം. പല നൂറ്റാണ്ടുകളോളം കാലം നിലനിൽക്കുന്ന വളരെ സങ്കീർണമായ ഒരു പുതിയ ആവാസ വ്യവസ്ഥ തന്നെ ഈ ശവശരീരം കാരണമുണ്ടാകും. അത്രയേറെ ഗംഭീരമാണ് ഒരു തിമിംഗലത്തിന്റെ മരണം. അതുകൊണ്ട് തന്നെ തിമിംഗലങ്ങളുടെ മരണത്തിന് പ്രത്യേകം ഒരു പേര് പോലും നൽകിയിട്ടുണ്ട്, വെയിൽ ഫോൾ. അതിഗംഭീരമായ വലിപ്പം കാരണം പൂർണ്ണ വളർച്ചയെത്തിയ തിമിംഗലങ്ങളെ വേട്ടയാടാൻ മാത്രം കരുത്തരായ അധികം ജീവികളൊന്നുമില്ല. അനന്തരഫലമായി വലിയൊരു ശതമാനം തിമിംഗലങ്ങളും വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ രോഗങ്ങൾ ബാധിച്ചോ ആണ് മരണത്തിന് കീഴടങ്ങുന്നത്. പക്ഷേ മരിച്ച ഉടനെ അവയുടെ ശരീരം താഴോട്ട് മുങ്ങിപ്പോകില്ല. ഒരു തിമിംഗലത്തിന്റെ ജീവൻ നഷ്ടമാകുമ്പോൾ അധികം വൈകാതെ അതിന്റെ ശരീരത്തിനുള്ളിൽ ജീർണിക്കൽ പ്രക്രിയ നടക്കാൻ തുടങ്ങും. ഈ പ്രക്രിയ മീഥെയ്ൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്നിങ്ങനെ ധാരാളം വാതകങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ശരീരത്തിനുള്ളിൽ മൊത്തം വാതകങ്ങൾ കൊണ്ട് നിറയും. അത് കാരണം ശരീരം വീർത്ത് കയറും. അപ്പോൾ അതൊരു വലിയ ബലൂൺ പോലെ സമുദ്രത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. പല ദിവസങ്ങൾ മുതൽ ആഴ്ചകളോളം സമയം വരെ ഇതിങ്ങനെ ഒഴുകി നടക്കും. കടൽപ്പരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ശരീരത്തിന്റെ ഗന്ധം പല കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് വ്യാപിക്കും. ഈ ഗന്ധം തിരിച്ചറിഞ്ഞ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്സ്, ടൈഗർ ഷാർക്സ്, ഓർക്കാസ് അങ്ങനെ സമുദ്രത്തിലെ വേട്ടക്കാരെല്ലാം പാഞ്ഞെത്തും. ഇവരെല്ലാം കൂടെ ഈ ഭീമൻ ശരീരത്തിൽ നിന്ന് ചത കടിച്ചു കീറും. അധികം വൈകാതെ മുകളിൽ നിന്ന് ആയിരക്കണക്കിന് കടൽ പക്ഷികളും ഈ വിരുന്നിൽ പങ്കുചേരും. ഒടുവിൽ പക്ഷികളും സ്രാവുകളും ഒക്കെ ചേർന്ന് തിമിംഗലത്തിന്റെ ശരീരം പങ്കുവെക്കുന്നതിനിടയിൽ ഒരു പരിധി കഴിയുമ്പോൾ തിമിംഗലത്തിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും തുള വീഴും. ഉടനെ ശരീരത്തിനുള്ളിൽ തങ്ങി നിന്ന വാതകങ്ങൾ മുഴുവൻ ഈ തുളയിലൂടെ പുറത്തേക്ക് പോകും. അത് മിക്കവാറും വലിയ വിസ്ഫോടനമായിട്ടായിരിക്കും പുറത്തേക്ക് വമിക്കുന്നത്. വാതകങ്ങൾ മൊത്തം പോയതിനു ശേഷമാണ് ശരീരം പതിയെ നിശബ്ദമായ ആഴങ്ങളിലേക്ക് മുങ്ങാൻ തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, കരയ്ക്ക് സമീപത്ത് വെച്ചാണ് തിമിംഗലം മരിക്കുന്നതെങ്കിൽ താഴേക്ക് പോകുന്നതിന് മുന്നേ ആ ശരീരം ചിലപ്പോൾ ബീച്ചിൽ വന്നടിയും. എന്തായാലും താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം 5 മുതൽ 12 മണിക്കൂറുകൾ വരെ സമയമെടുത്ത ശേഷമാണ് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെത്തുന്നത്. അടിത്തട്ടെന്ന് പറയുമ്പോൾ മിക്കവാറും 10,000 അടി ആഴത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. ശരീരം അടിത്തട്ടിൽ വന്ന് പതിക്കുമ്പോഴാണ് വെയിൽ ഫോൾ എന്ന പ്രക്രിയ തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നത്. കടലിന്റെ അടിത്തട്ടിൽ 50 സ്ക്വയർ മീറ്റേഴ്സ് വിസ്തൃതിയിൽ മറൈൻ സ്നോയിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ലഭിക്കുന്നതിന്റെ അത്രയും ആഹാരമാണ് ഒരൊറ്റ വെയിൽ ഫോൾ കാരണം ലഭിക്കുന്നത്. അതിനാൽ തന്നെ അടിത്തട്ടിലെ ജീവജാലങ്ങളുടെ അതിജീവനത്തിന് വെയിൽ ഫോൾ എന്നത് അത്യധികം പ്രധാനപ്പെട്ടതാണ്. വെയിൽ ഫോളിന് 4 ഘട്ടങ്ങളുണ്ട്. പാരിസ്ഥിതിക പിന്തുടർച്ചയുടെ ഈ 4 ഘട്ടങ്ങളും വ്യത്യസ്തമായ ജീവി സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നവയാണ്. മൊബൈൽ സ്കാവഞ്ചർ സ്റ്റേജ് ആണ് ഒന്നാമത്തെ ഘട്ടം. ശരീരം അടിത്തട്ടിലെത്തി ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ അത് ഭക്ഷിക്കാൻ പല ജീവിവർഗങ്ങളും ഓടിയെത്തും. മൊബൈൽ സ്കാവഞ്ചേഴ്സ് ആയിരിക്കും ആദ്യം എത്തുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തുന്ന ചത്ത ജൈവ വസ്തുക്കളെ വേഗത്തിൽ കണ്ടെത്തുകയും മറ്റ് ജീവികൾ വരുന്നതിന് മുന്നേ ശരീരത്തിലെ മൃദുവായ ഭാഗങ്ങളൊക്കെ തിന്നുകയും ചെയ്യുന്ന ജീവികളെയാണ് മൊബൈൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പർ ഷാർക്സ്, ഹാഗ് ഫിഷ്, ക്രാബ്സ്, ആംഫിപോഡ്സ്, റാറ്റ് ഫിഷ് എന്നിങ്ങനെ ഒരുപാട് തരം മൊബൈൽ സ്കാവഞ്ചേഴ്സ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവയെ മൊബൈൽ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ ജീവികൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നവയല്ല. കിലോമീറ്ററുകളോളം അകലെ നിന്ന് മണം പിടിച്ച് ശവശരീരം കണ്ടെത്തി വരികയും ഭക്ഷണം കഴിഞ്ഞ് അവിടെ നിന്ന് പോവുകയുമാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള മാംസം തിന്നു തീർത്താൽ പിന്നെ അടുത്ത ഇരയെ തേടി പോകുന്ന നാടോടികളായ വേട്ടക്കാരാണിവർ.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവയെ മൊബൈൽ സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒന്നാം ഘട്ടം അത്ര പെട്ടെന്ന് തീരുന്ന ഒന്നല്ല. പല മാസങ്ങൾ മുതൽ വർഷങ്ങളോളം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ്. തിമിംഗലത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഘട്ടത്തിന്റെ ദൈർഘ്യവും കൂടും. ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും ഒടുവിൽ എല്ലുകൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. എന്നിരുന്നാലും ആഹാരത്തിന്റെ ദൗർലഭ്യത അതിതീവ്രമായിരിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയിൽ തിമിംഗലങ്ങളുടെ എല്ലുകൾ പോലും വേസ്റ്റ് ആകില്ല. എല്ലുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. എൻറിച്ച്മെന്റ് ഓപ്പർച്യൂണിസ്റ്റ് സ്റ്റേജ് എന്നാണ് ഈ ഘട്ടം അറിയപ്പെടുന്നത്. ഈ ഘട്ടവും പല മാസങ്ങൾ മുതൽ ഏതാനും ചില വർഷങ്ങളോളം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഒന്നാമത്തെ ഘട്ടം കഴിയുമ്പോഴേക്കും മൊബൈൽ സ്കാവഞ്ചേഴ്സ് പോലെയുള്ള വലിയ ജീവികളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടാകും. ഇനിയാണ് ചെറിയ ജീവി വർഗങ്ങളുടെ അവസരം. ആദ്യ ഘട്ടത്തിലെ ജീവികൾ തിമിംഗലത്തിന്റെ ശരീരം കടിച്ചു പറിച്ച് തിന്നുന്നതിനിടയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊടിഞ്ഞ് നിലത്തി വീഴും. ഇത് കാരണം തിമിംഗലത്തിന്റെ സ്കെലറ്റിന് ചുറ്റുമുള്ള മണൽ ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും ഒരു വലിയ പോഷക കലവറയായി മാറിയിട്ടുണ്ടാകും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞൻ ജീവികളൊക്കെ ഇവിടെ വന്ന് കൂടുന്നത്. ആയിരക്കണക്കിന് വർഗ്ഗങ്ങളുള്ള ബ്രിസിൽ വേംസ്, ആംഫിപോഡ്സ് പോലത്തെ നിരവധി ചെറിയ ക്രസ്റ്റേഷ്യൻസ്, മൊളസ്കുകൾ എന്നിങ്ങനെയുള്ള ജീവികളാണ് ഭൂരിപക്ഷവും. ഈ ജീവികളൊക്കെ വെയിൽഫോളിൽ തന്നെ സ്ഥിരമായി ജീവിക്കുന്നവയാണ്. വെയിൽഫോളിലെ ആഹാരമൊക്കെ തീർന്ന ശേഷം മാത്രമേ ഇവ ഇവിടുന്ന് പോവുകയുള്ളൂ. മണ്ണിൽ വീണ് കിടക്കുന്ന അവശേഷിപ്പുകൾക്ക് പുറമെ എല്ലുകളിലും ശകലം ഇറച്ചി ബാക്കിയുണ്ടായിരിക്കും. അതും ഈ ജീവികൾ ഭക്ഷിക്കും. സാധാരണ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഒരു സ്ക്വയർ മീറ്ററിൽ ഏതാണ്ട് 100 ജീവികൾ ഉണ്ടായിരിക്കും. എന്നാൽ വെയിൽഫോളിന് ചുറ്റും രണ്ടാം ഘട്ടത്തിൽ ഒരു സ്ക്വയർ മീറ്ററിൽ 40,000 ജീവികൾ വരെ ഉണ്ടായിരിക്കും. ഇവയെല്ലാം ചേർന്ന് എല്ലുകളും പരിസരവും മുഴുവൻ ഒരു തരി പോലും ഇറച്ചി അവശേഷിക്കാത്ത തരത്തിൽ ക്ലീൻ ചെയ്യും. കാലക്രമേണ ഇവിടെ ലഭ്യമായ ആഹാരത്തിന്റെ അളവ് കുറയും. അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ജീവികളുടെ പോപ്പുലേഷനും കുറയും. അവസാനം പോപ്പുലേഷൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അതോടെ രണ്ടാം ഘട്ടവും അവസാനിക്കും. സൾഫോഫിലിക് സ്റ്റേജ് എന്നാണ് മൂന്നാം ഘട്ടത്തിനെ പറയുന്നത്. ഈ ഘട്ടം കൃത്യമായും എത്ര കാലം വരെ നിലനിൽക്കുമെന്നറിയില്ല. കാരണം വെയിൽഫോളിനെ കുറിച്ച് പഠനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ഏതാനും ചില പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ മൂന്നാം ഘട്ടം നിഗമന പ്രകാരം 50 വർഷങ്ങളിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കും. രണ്ടാം ഘട്ടം വരെ തിമിംഗലത്തിന്റെ ശരീരമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവശേഷിപ്പുകളോ ആണ് ജീവികൾ ആഹാരമാക്കുന്നത്. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ എല്ലുകളാണ് ആഹാരം. നമ്മുടെ എല്ലുകൾ പോലെയല്ല വെയിൽസിന്റേത്. അവയുടെ എല്ലുകൾ അത്യധികം പോറസ് ആണ്. അതായത് എല്ലുകളിൽ ധാരാളം ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ മൊത്തം ഫാറ്റ്സും ഓയിൽസും കൊണ്ട് നിറഞ്ഞതാണ്. ഒരു വലിയ തിമിംഗലത്തിന്റെ എല്ലുകളിൽ ആയിരക്കണക്കിന് കിലോഗ്രാം ഓയിൽസ് ഉണ്ടായിരിക്കും. ബാക്ടീരിയകൾ ഈ ഓയിൽസിനെ ഭക്ഷിക്കുകയും ബൈ പ്രോഡക്റ്റ് ആയിട്ട് സൾഫൈഡ്സ് പുറത്തുവിടുകയും ചെയ്യും. വെയിൽഫോളിന് ചുറ്റും വ്യാപിക്കുന്ന ഈ സൾഫൈഡ്സിനെ ഭക്ഷിക്കാൻ അധികം വൈകാതെ തന്നെ മറ്റ് ബാക്ടീരിയകളെത്തും. വൻതോതിൽ സൾഫൈഡ്സ് ഉള്ളത് കാരണം ഇവിടെ ബാക്ടീരിയകൾ ക്രമാതീതമായി വർദ്ധിക്കും. പതിയെ പതിയെ ഇവിടെ കുമിഞ്ഞുകൂടുന്ന ബാക്ടീരിയകൾ കാലക്രമേണ കട്ടിയുള്ള കാർപ്പറ്റ് പോലെയായി മാറും. ബാക്ടീരിയൽ മാറ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബാക്ടീരിയകളെ ഭക്ഷിക്കാൻ പിന്നീട് ചെറിയ ചെറിയ ജീവികളൊക്കെ വരാൻ തുടങ്ങും. സീ സ്നെയിൽസ്, ലിംപെറ്റ്സ്, ചെറിയ ക്രസ്റ്റേഷ്യൻസ്, റാറ്റെയിൽ ഫിഷ്, വേംസ് എന്നിവയാണ് ഈ ബാക്ടീരിയ ഭക്ഷിക്കാൻ വരുന്ന ജീവികൾ. ഇതിലൊരു വിചിത്രവും മനോഹരവുമായ വേമാണ് ഓസ്തറാക്സ്. ഇവയെ കാണാൻ പ്രത്യക്ഷത്തിൽ ചെറിയ ചെടികളെ പോലെയാണ്. കാരണം ഇവയ്ക്ക് വായും കണ്ണുകളും ഒന്നുമില്ല. പകരം ഇവയ്ക്കുള്ളത് വേരുകളാണ്. അതായത് ഇവ എല്ലുകളിൽ പറ്റി ചേർന്നിരിക്കും. എന്നിട്ട് എല്ലുകളിലേക്ക് വേരുകൾ പോലത്തെ ഘടന കുത്തിയിറക്കും. ഈ വേരുകൾ എല്ലുകളിൽ നിന്ന് ഫാറ്റ്സും ഓയിൽസും ഒക്കെ വലിച്ചെടുക്കും. ഈ വേംസിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ തരം ബാക്ടീരിയ ഉണ്ട്. വേരുകൾ വലിച്ചെടുക്കുന്ന ഓയിൽസും ഫാറ്റ്സും ഒസ്റാക്സിന് വേണ്ടി ഉള്ളിലുള്ള ഈ ബാക്ടീരിയ ഡൈജസ്റ്റ് ചെയ്യും. മറ്റൊരു കാര്യം, ഒസ്റാക്സിനെ വെയിൽഫോൾസിലല്ലാതെ ലോകത്തിൽ മറ്റൊരിടത്തും ഇതുവരെ കണ്ടിട്ടില്ല. അതിനാൽ ഒരുപക്ഷെ ഇത് വെയിൽഫോൾസിനെ മാത്രം ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. ഒസ്റാക്സ് മാത്രമല്ല, ഇതുപോലെ വെയിൽഫോൾസിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് കരുതുന്ന വേറെയും നിരവധി ജീവിവർഗങ്ങളെ വെയിൽഫോൾസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഒരു കാലത്ത് തിമിംഗലങ്ങൾക്ക് വംശനാശം സംഭവിച്ചാൽ അവയ്ക്കൊപ്പം ഇത്തരം ജീവികൾക്കും വംശനാശം സംഭവിക്കും. പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ എല്ലുകളിലെ ഓയിൽസും ഫാറ്റ്സും ഒക്കെ പൂർണ്ണമായും തീർന്നു പോകും. അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളൊക്കെ ഇവിടം വിട്ട് പോവുകയും ചെയ്യും. പക്ഷെ അപ്പോഴും വെയിൽഫോളിന്റെ കഥ അവസാനിക്കുന്നില്ല. കാരണം ഇനിയാണ് നാലാമത്തെ ഘട്ടം തുടങ്ങുന്നത്. റീഫ് സ്റ്റേജ് എന്നാണ് ഈ ഘട്ടത്തിനെ പറയുന്നത്.
പല പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ വെയിൽ ഫോളിലുണ്ടായിരുന്ന സകല ആഹാര സ്രോതസ്സുകളും പൂർണ്ണമായും തീർന്നിട്ടുണ്ടാകും. ഓയിൽസും ഫാറ്റ്സും ഒക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ട ഈ എല്ലുകളിൽ ആകെ വെറും മിനറൽസ് മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. മിനറൽസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും കാൽഷ്യം കാർബണേറ്റ്. ഇത് കല്ല് പോലെ നല്ല ഉറപ്പുള്ളതാണ്. അതിനാൽ ഈ അസ്ഥികൾ ആഴക്കടലിലെ ചെളി നിറഞ്ഞ മണൽപ്പരപ്പിൽ ഒരു കൃത്രിമ പവിഴപ്പുറ്റ് പോലെ അല്ലെങ്കിൽ പാറക്കല്ലുകൾ പോലെ പ്രവർത്തിക്കും. പാറകളിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ഒരുതരം ജീവിവർഗങ്ങളാണ് സസ്പെൻഷൻ ഫീഡേഴ്സ്. കടൽ പൂക്കളും സ്പോഞ്ചുകളും ഒക്കെയാണ് ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. ഇവയ്ക്ക് പറ്റിപ്പിടിച്ച് വളരാനായിട്ട് എന്തെങ്കിലും കഠിനമായ ഉപരിതലം വേണം, അതായത് പാറകൾ പോലെ. പക്ഷേ കടലിന്റെ അടിത്തട്ട് ഏകദേശം പൂർണ്ണമായും മണലും ചെളിയും കൊണ്ട് നിറഞ്ഞതാണ്. അപൂർവമായി മാത്രമേ പാറക്കല്ലുകൾ ഉണ്ടായിരിക്കൂ. എന്നാൽ ഇവയ്ക്ക് പറ്റിപ്പിടിച്ചിരുന്ന് വളരാൻ വെയിൽ ഫോളിൽ അവശേഷിക്കുന്ന ഈ എല്ലുകൾ വളരെ ഉത്തമമാണ്. അതിനാൽ ഇത്തരം ജീവിവർഗങ്ങൾക്ക് ഒരുപാട് കാലം ഈ എല്ലുകളിൽ ജീവിക്കാനാകും. ഈ ഘട്ടം എത്ര കാലം നിലനിൽക്കുമെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാലും നിഗമനമനുസരിച്ച് ഇത് പല നൂറ്റാണ്ടുകളോളം കാലം നീണ്ടു നിൽക്കും. അങ്ങനെ ഒരു ജീവൻ അവസാനിച്ചപ്പോൾ തുടങ്ങിയ ഈ യാത്ര 100 കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും 10,000 കണക്കിന് ജീവികൾക്ക് താങ്ങായി ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു.